Kinemaster യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ആദ്യമായിട്ട് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലാക്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. ഞാനൊരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഫോണ്ട് സ്റ്റൈൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ ആയി കൊടുക്കുന്നു. അത് ക്രോമയ്ക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഗ്രീൻ ആയി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇൻ ആനിമേഷനോ ഔട്ട് ആനിമേഷനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻ ആനിമേഷനും ഓവറോൾ ആനിമേഷനും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഓവറോൾ ഒരു ഐഡിയ ആണ് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊരു ഐഡിയ. അപ്പോൾ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരാം. ഞാനിവിടെ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ലാസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ ഒരു ആനിമേഷനും കൂടെ കയറ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒരു ഔട്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ആപ്ലിക്കേഷൻ്റെ പേര് പിക്സാബേ എന്നാണ്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വീഡിയോസൊക്കെ അതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്ര ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് പിക്സാബേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ എങ്ങനെ ഈ നേരത്തെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോയുടെ ഫോണ്ട് എഫക്റ്റായിട്ട് മാറ്റാമെന്ന് നോക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്യണം. പിക്സാബേയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോയും ഇവിടെ സെലക്ട് ചെയ്യുന്നു. അത് ലെയറായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ പിക്സാബേയിലെ ആ ഒരു വീഡിയോയുടെ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം താഴത്തെയുള്ള ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാക്കി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു വീഡിയോ ഫോണ്ട് എഫക്റ്റായിട്ട് മാറുന്നത് കാണാം. നമുക്ക് നല്ലോണം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ബേസിക്കലി ഫോണ്ട് കളർ എഫക്റ്റൊക്കെ മാറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.